ഞാൻ ക്ഷമിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവൻ ഇത്രയും വൈരാഗ്യം വെച്ച് പുലർത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മാലതി, നിന്നെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിന്റെ മനസ്സെങ്ങനെയാണെന്നും എനിക്കറിയാം. ഞാൻ നിന്റെ അടുത്ത് ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടൊരു മാപ്പ്. ക്ഷമിക്കുന്ന സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. നാം യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, അവന്റെ മക്കളായി ജീവിക്കുമ്പോൾ, ദൈവം ആ ക്ഷമിക്കുന്ന സ്വഭാവം നമുക്ക് നൽകും. ക്ഷമിക്കുന്ന സ്വഭാവം നമുക്കുള്ളപ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഓരോ ആഴ്ചയും ഈ പരിപാടിയിലൂടെ അനേകം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതോർത്ത് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ഹൃദയപൂർവ്വം ഒരു ക്ഷമാപണം എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും രാജ്യത്തും കാണപ്പെടുന്ന ഓരോ കുറ്റത്തിനും കൊലപാതകത്തിനും പിന്നിൽ ക്ഷമാപണമില്ലാത്തതാണ് പ്രധാന കാരണമായിരിക്കുന്നത്. പുറമേ നമ്മൾ ക്ഷമിക്കാം, മറക്കാം എന്നൊക്കെ പറഞ്ഞാലും മനസ്സിൽ പഴയ പകയും അതുപോലെ കയ്പ് മനോഭാവവും സൂക്ഷിച്ചുകൊണ്ട് തക്കം നോക്കി പകരം വീട്ടാനായി പലരും കാത്തിരിക്കുകയാണ്. തക്ക സമയത്ത് പലരും കൊലപാതകവും ചെയ്യാറുണ്ട്. നമ്മുടെ ദൈവമായ യേശുക്രിസ്തു തന്നെ ആക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് പോലും ക്ഷമിച്ചു. അതുകൊണ്ടാണ് കുരിശിൽ തൂങ്ങിക്കിടന്നിരുന്ന ആ സമയത്ത് പോലും പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവന് പ്രാർത്ഥിക്കാൻ സാധിച്ചത്. നിങ്ങളോ ഞാനോ ആത്മാർത്ഥമായി നമുക്ക് ക്ഷമിക്കാം. അപ്പോഴേ കർത്താവും നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ പോലെ ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാം. യേശുക്രിസ്തുവിന്റെ പാത നമുക്ക് പിന്തുടരാം. അടുത്തതായി ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. മറുതി, ജിൻസി വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. എന്താ ഒന്ന് സംസാരിക്കത്തെ? കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇപ്പൊ അവൾ വന്നതിന് ശേഷം എന്തിനു മുഖം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ? ജിൻസി ഈ 2 ദിവസം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ചേച്ചി എന്താ മിണ്ടാത്തതെന്ന് അവൾ എന്നോടാണ് ചോദിക്കുന്നത്. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ നാട്ടിൽ പോയപ്പോ ചേച്ചിയോട് മാപ്പ് വെച്ചിട്ടല്ലേ പോയത്? ചേച്ചി എന്നോട് ക്ഷമിച്ചതല്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നേ? ഞാൻ എന്താ പറയണ്ടേ? നിങ്ങളൊന്നും പറയണ്ട. അവള് നിൽക്കുന്നിടം വരെ ഇവിടെ നിന്നിട്ട് പൊയ്ക്കോട്ടെ, പിന്നെ സംസാരിക്കാം. എന്തൊരു തലവേദനയാ. ഏട്ടത്തി, തലവേദന എടുക്കുന്നു. ഒരു ചായ ഇട്ട് തരാവോ? ഏട്ടത്തി, തലവേദനിക്കുന്നെങ്കിൽ ഇതിനെ TV കാണുന്നേ? ഓഫ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങിക്കൂടെ? ഏട്ടത്തി,
ഏട്ടത്തി, എന്നോട് എന്താ ഇത്ര ദേഷ്യം? എന്തിനെന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിച്ചാലും ഒന്നും മിണ്ടില്ല. എന്തു പറ്റി ഏട്ടത്തിക്ക്? എത്ര തവണ അലക്കിയിട്ടും ഈ തുണിയിലെ അഴുക്ക് പോകുന്നേയില്ല. ഛേ, ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയോടാ ചോദിച്ചത്, തുണിയോടല്ല. ഈ പ്ലംബറിനൊട്ടും വിവരമില്ല. പൈപ്പിലെ വെള്ളം വരുന്നില്ല, ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞിട്ട് വന്നോ അവൻ? ഇതുവരെ വന്നില്ല. ഒരു തവണ പറഞ്ഞവന് മനസ്സിലാവില്ലെന്നാ തോന്നുന്നേ. എടാ, ബ്രോക്കറിനെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ലടാ, ഞാനും കണ്ടിട്ട് കുറച്ചാളായി. എടാ, ഒരാഴ്ചയായിട്ട് അയാളെ അന്വേഷിക്കുക. എവിടെ പോയി കിടക്കുവാണെന്ന് ആർക്കറിയാം? ഡാ, എന്താടാ, എന്തെങ്കിലും പെണ്ണ് കാണാൻ പോകണോ? ആര്? അങ്ങേരാണോ എനിക്ക് പെണ്ണിനെ ആലോചിച്ച് തരുന്നത്? അയാൾ പക്ക ഫ്രോഡാടാ. ഉല്ലാസഭരിതം ഈ ജീവിതം. ഒരാഴ്ചക്ക് മുമ്പ് പെണ്ണ് കാണാൻ പോവാമെന്ന് പറഞ്ഞേ എൻ്റെ അടുത്തുനിന്ന് 10,000 വാങ്ങിച്ചോണ്ട് പോയതാ. പെണ്ണ് കാണാനും പോയില്ല, പൈസയും പോയി. ഓ, അതിനാണോ അങ്ങേരെ തിരക്കിയത്? ആ, ഉല്ലാസ ജീവിതം. ഇവന്മാരോ? അയ്യോ, അയാളെ എന്റെ കയ്യിലെങ്ങണം കിട്ടിയാലേ കാണിച്ചു കൊടുക്കും ഞാൻ. കള്ളം പറയുന്ന ആ നാക്കേ അങ്ങ് കണ്ടിച്ചെടുക്കണം. കണ്ടിക്കാൻ പോവാന്നോ? മണ്ടന്മാരെ. ഉല്ലാസ ജീവിതം എനിക്ക്. ഉല്ലാസ ജീവിതം. ഉല്ലാസ ജീവിതം. ചേച്ചി, മാലതിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എൻ്റെ പെങ്ങളെ ലാസ്റ്റ് ടൈം വന്നിട്ട് പോയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേർക്കുള്ളിൽ പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷേ ജെൻസി തിരിച്ചു പോകുമ്പോൾ സമാധാനമായിട്ടാണ് പോയത്. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, അവൾ സംസാരിക്കാറില്ല. എനിക്ക് അവളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അവളോട് സംസാരിച്ചു നോക്കിയോ? ഞാൻ സംസാരിച്ചു ചേച്ചി. എന്താ കാര്യം പറയുമെന്ന് പറയുകയും ചെയ്തു. അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ അവളോട് സംസാരിച്ചു നോക്കണോ? അതെ ചേച്ചി, ചേച്ചി എന്തെങ്കിലും ചോദിച്ചാൽ അവൾ പറയായിരിക്കും. ശരി രഞ്ജിത്ത്, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്താ മാലതി, ഒത്തുതീർപ്പായ ഒരു പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കുന്നത് എന്തിനാ? നിന്നോടാ ഞാൻ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല ചേച്ചി. രഞ്ജിത്ത് ചോദിച്ചപ്പോ നീ പറഞ്ഞില്ല. കാര്യം എന്താന്ന് എന്നോടെങ്കിലും പറയേ. കഴിഞ്ഞ തവണ ജിൻസി വന്നിട്ട് പോയപ്പോ ഞാനാണ് സമാധാനിപ്പിച്ചത്. ഭക്ഷണവും വിളമ്പിക്കൊടുത്തു. അപ്പോ ഇത്തവണ എന്താ പ്രശ്നമായത്? എന്തേ രണ്ടുപേരും ഒന്നായോ? ഇതിനാണോ നിന്നെ അങ്ങോട്ട് അയച്ചത്? വഴക്കുണ്ടാക്കാൻ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാണോ നീ? എല്ലാം അഭിനയമാണമ്മേ. അമ്മ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന്? ആ, അങ്ങനെ ഇപ്പോഴാ നീ എന്റെ മോളായത്. ഇനി പറ ചേച്ചി, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ക്ഷമിക്കല്ലേ ചെയ്തത്. പക്ഷേ ഇവൾ ഇത്രയും വൈരാഗ്യം വെച്ച് പുലർത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മാലതി, നിന്നെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിന്റെ മനസ്സ് എങ്ങനെയാണെന്നും എനിക്കറിയാം. നിന്റെ അടുത്തുനിന്ന് എനിക്ക് വേണ്ടത് ആത്മാർത്ഥമായിട്ടൊരു ക്ഷമാപണം. അതെ മാലതി, നീ ആത്മാർത്ഥമായിട്ട് അവളോട് ക്ഷമിക്കണം. യേശുവിനെ കുരിശിൽ തറച്ചപ്പോഴും മറ്റുള്ളവരോട് അവൻ ക്ഷമിച്ചു. ആരൊക്കെയാണോ യേശുവിലൂടെ നന്മയും അത്ഭുതങ്ങളും സ്വന്തമാക്കിയത്, അവര് തന്നെയാ അവനെതിരായി സംസാരിച്ച് അവനെ ക്രൂശീകരിക്കാൻ കാരണമായിരുന്നത്. എന്നിട്ടും അവരോടാണ് യേശു ക്ഷമിച്ചത് മാലതി. ആ ക്ഷമാപണം അധരങ്ങളിൽ നിന്ന് വന്നതല്ല, ഹൃദയപൂർവം വന്നതാണ്. യേശുവല്ലേ നമ്മുടെ റോൾ മോഡൽ.
അവനെപ്പോലെയല്ലേ നമ്മൾ ജീവിക്കേണ്ടതും മാറേണ്ടതും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ആത്മാർത്ഥമായിട്ട് അവരോട് ക്ഷമിക്കണം. ജെൻസി ചെയ്തത് തെറ്റ് തന്നെ ആയിക്കോട്ടെ, നീ എന്താ ചെയ്യേണ്ടത്? അവളോട് നീ ക്ഷമിക്കണ്ടേ? എങ്ങനെ പറ്റും ചേച്ചി? അവളുടെ തനിനിറം എന്താന്ന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. അപ്പൊ എങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും? മിണ്ടാൻ പോലും മനസ്സ് വരുന്നില്ല, പിന്നാണോ ക്ഷമിക്കാൻ പറ്റുന്നത്? എന്നാലും ചേച്ചി പറയുന്നത് അനുസരിക്കണമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഉം. എനിക്ക് നിന്റെ അടുത്തുനിന്ന് വേണ്ടത് ഹൃദയപൂർവ്വം ഒരു ക്ഷമാപണം. തിന്മ ചെയ്തവരോടും യേശു ക്ഷമിച്ചു മാലതി. നീയും അങ്ങനെ വേണം ജീവിക്കാൻ. ഇവളോട് ക്ഷമിക്കണോ വേണ്ടയോ, മിണ്ടണോ വേണ്ടയോ? ഉം ഹും. നിങ്ങളെല്ലാരും ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നില്ലേ? ഇപ്പോൾ സഹോദരി ജോയ്സ് ലാസറസ് അവർകൾ നിങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വീട് പരിപാടിയുടെ പേരിൽ എന്റെ ശുഭ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ദൈവം സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഒരു കുടുംബത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും, ചില കുടുംബങ്ങളിൽ പ്രായം ചെന്നവരും ഉണ്ടാവും. വയസ്സുകൊണ്ട് മൂത്തവർ, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, അതുപോലെ നാത്തൂൻ, അവരുടെ ഭർത്താക്കന്മാർ, അങ്ങനെയൊക്കെ ഒരു വലിയ കുടുംബമായിട്ട് ചിലപ്പോൾ കാണും. അതായത് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ചെറിയ പോരാട്ടങ്ങൾ ഉണ്ടാകും, സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. എന്നാൽ അതോർത്ത് നമ്മൾ ഒരിക്കലും പരസ്പരം വഴക്കുണ്ടാക്കുകയോ പിറുപിറുക്കുകയോ ചെയ്യരുത്. അതുപോലെ കോപിക്കുകയോ നീരസപ്പെടുകയോ ചെയ്യാൻ പാടില്ല. സ്നേഹമുള്ളവരായി പെരുമാറണം. കുടുംബം എന്നത് വളരെ പ്രധാനമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകും, പോരാട്ടങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ദൈവം നമ്മെ വഴി നയിക്കും. കുടുംബത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കണം. കുടുംബത്തിൽ വഴക്കുണ്ടാകരുത്, പരസ്പരം സംസാരിക്കാതിരിക്കരുത്. ഒരു പ്രശ്നം വരുമ്പോൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി അത് പരിഹരിക്കണം. പകയും വിദ്വേഷവും ഒരിക്കലും വെച്ചു പുലർത്താൻ പാടില്ല. എല്ലാം ക്ഷമിക്കണം, മറക്കണം. ക്ഷമിക്കുന്ന സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കണം. ക്ഷമാശീലത്തിനായി കർത്താവിനോട് അപേക്ഷിക്കണം. കർത്താവേ, എനിക്ക് ക്ഷമാശീലം നൽകണമേ. കുടുംബത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടേയിരിക്കരുത്. ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിനെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്താം, അത് ശരിയാക്കിയെടുക്കാം. പക്ഷേ വെറുതെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് വെറുപ്പ് കൂട്ടുകയുള്ളൂ. പല കുടുംബങ്ങളിലും സ്ത്രീകൾക്ക് ക്ഷമിക്കുന്ന സ്വഭാവമില്ല. കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വഴക്കുണ്ടാക്കും, എന്നിട്ട് മിണ്ടാതിരിക്കും. ഹൃദയത്തിൽ കയ്പ് മനോഭാവവും വൈരാഗ്യവും നീരസവും കൊണ്ടു നടക്കാറുണ്ട്. നമ്മുടെ സ്വഭാവങ്ങൾ മാറണം. നമ്മുടെ മനസ്സ് മാറണം. വിദ്വേഷം നമ്മിൽ നിന്നും ഒഴിഞ്ഞു പോകണം. കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് ആ വിദ്വേഷവും കയ്പും പിറുപിറുക്കലും എല്ലാം തന്നെ ഇല്ലാതാക്കും. ഇന്ന് അനേകം കുടുംബങ്ങളിൽ വേർപിരിവുകളുണ്ട്. അനേകം കുടുംബങ്ങൾ വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. കാരണം പക, വിദ്വേഷം, അതുപോലെ വെറുപ്പ്, അസൂയ, കുശുമ്പ്, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മൾ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇന്ന് അനേകം കുടുംബങ്ങൾ പിരിഞ്ഞു പോകാൻ കാരണം സ്ത്രീകളാണ്. സ്ത്രീകൾ കാരണമാണ് ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നു പോയിരിക്കുന്നത്. കുടുംബത്തിൽ ഒരു സമാധാനവുമില്ല. കാരണം ക്ഷമിക്കുന്ന സ്വഭാവം അമ്മമാർക്കില്ല, സഹോദരിമാർക്കില്ല, അതുപോലെ മാതാപിതാക്കൾക്കില്ല. ക്ഷമിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മക്കൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിച്ച് നേർവഴിക്ക് നയിച്ച് അവരെ കർത്താവിലൂടെ വളർത്തണം. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കുന്ന സ്വഭാവം ഉണ്ടാവണം. ഇന്ന് അനേകം സഹോദരന്മാർക്കും
അനേകം സഹോദരിമാർക്കും ഈ ക്ഷമിക്കുന്ന സ്വഭാവമില്ല. അത് വേണം. അതുകൊണ്ടാണ് വേർപിരിവുകൾ ഉണ്ടാകുന്നത്, കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ അടുക്കൽ ഒരു അപ്പനും അമ്മയും പ്രാർത്ഥിക്കാനായി വന്നിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് കാര്യത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങളുടെ കുടുംബം വേർപിരിഞ്ഞു പോയി. എന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. വിവാഹം ഭംഗിയായി നടത്തി. ഇന്നെന്റെ മകളെ അമ്മായിയമ്മ വേണ്ടെന്ന് പറയുകയാണ്. അതെന്താ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അമ്മായിയമ്മയ്ക്ക് എന്റെ മകളെ ഇഷ്ടമല്ലെന്ന്, അതുകൊണ്ട് വേണ്ടെന്ന് പറയുകയാണ്. എന്റെ മകളും എന്റെ മരുമകനും മരുമകന്റെ ജോലി സ്ഥലത്ത് ഒരു വീടെടുത്ത് അവിടെ തനിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസമായി മാറി താമസിച്ചിട്ട് 3 മാസത്തിന് ശേഷം അമ്മായിയമ്മ മകനെ വിളിച്ച്, മോനെ, നിനക്ക് അവള് യോജിച്ചവളല്ല, നീ അവളെ വേണ്ടെന്ന് വെച്ചേക്ക്, ഞാൻ നിനക്ക് വേറൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് എത്ര കുടുംബങ്ങളിലാണ് അമ്മായിയമ്മ കാരണം പെൺകുട്ടികളുടെ ജീവിതം നശിച്ചിരിക്കുന്നത്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വേർപിരിവുണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളുടെ ജീവിതം എങ്ങനെയാണ്? ക്ഷമിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ആ അമ്മ എന്റെ അടുക്കൽ കരഞ്ഞു, ആ അപ്പനും കരഞ്ഞു. എന്റെ മകളുടെ ജീവിതം പാഴായിപ്പോയി. എന്റെ മോളെ ഇപ്പൊ അവർ വേണ്ടെന്ന് പറയുകയാണ്. 2 പേരും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അമ്മായിയമ്മ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ മരുമകൻ മകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിലാക്കിയിട്ട് പോയി. നിങ്ങൾ മോൾക്ക് കൊടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചു തന്നേക്കാം, അവളെ ഡൈവേഴ്സ് ചെയ്തേക്കാം എന്ന് പറയുകയാണെന്ന് പറഞ്ഞ് അവർ കരഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, കുടുംബം വേർപിരിഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടത് സ്ത്രീകളായ നമ്മളാണ്. കുടുംബത്തെ പടുത്തുയർത്തണം. മക്കളുടെ വിവാഹം നടത്തിക്കഴിഞ്ഞാൽ അവരെ ജീവിക്കാൻ അനുവദിക്കണം. ഒരു കുടുംബമെന്ന് പറയുമ്പോൾ ചില നിസ്സാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പാകണം. മക്കളെ ഉപദേശിച്ച് വളർത്തണം. ക്ഷമിക്കണം, മറക്കണം, സ്വീകരിക്കണം. വേണ്ടെന്ന് പറയാൻ പാടില്ല. നാം മക്കളെ ജീവിക്കാൻ അനുവദിക്കണം. അനേകം കുടുംബങ്ങളിൽ സമാധാനമില്ല. അനേകം കുടുംബങ്ങളിൽ വഴക്കാണ്, സംസാരിക്കാറില്ല. പരസ്പരം വഴക്കാണ്, സംസാരിക്കുകയില്ല, മുഖത്ത് നോക്കില്ല. ഒരാൾ കിഴക്കോട്ട് നോക്കിയാൽ മറ്റേയാൾ പടിഞ്ഞാറോട്ട് നോക്കും. അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട്. അങ്ങനെയായി കഴിഞ്ഞാൽ ദൈവം എങ്ങനെയാണ് നമ്മെ അനുഗ്രഹിക്കുക? ദൈവം എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുക? എങ്ങനെയാണ് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുക? നാം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. കയ്പ് മനോഭാവവും വൈരാഗ്യവും അസൂയയും ഈർഷ്യയും നീരസവും കൊണ്ടു നടന്നാൽ നാം ഒരിക്കലും കർത്താവിന്റെ മക്കളായിരിക്കുകയില്ല. കർത്താവ് നമുക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ പോകും. എന്റെ പ്രിയമുള്ളവരെ, നാം മാറേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടതാണ്. കുടുംബം വളരെ പ്രധാനമാണ്. കുടുംബത്തിൽ യേശു ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ യേശു ഉണ്ടോ? ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടോ? നിങ്ങളുടെ അരികിൽ തന്നെ യേശു ഉണ്ടോ? നിങ്ങളുടെ മക്കളുടെ കൂടെ യേശു ഉണ്ടോ? നിങ്ങൾ യേശുവിന്റെ മക്കളാണോ? നിങ്ങളുടെ കുടുംബം യേശുവിന്റെ കുടുംബമാണോ? നിങ്ങൾ യേശുവിന്റെ മക്കളാണോ? നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ? സമാധാനമുണ്ടോ? ഐക്യതയുണ്ടോ? പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ? വിട്ടുകൊടുക്കുന്ന സ്വഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? സ്ത്രീകളായ നമ്മൾ എന്തുതരം സ്വഭാവമാണ് കൊണ്ടു നടക്കുന്നത്? നാം നമ്മുടെ സ്വഭാവം നേരെയാക്കണം. നാം വിട്ടുകൊടുക്കേണ്ടതാണ്. പകയും വിദ്വേഷവും വെച്ചു പുലർത്തരുത്. വെറുപ്പ് മനോഭാവം വെച്ചു പുലർത്തരുത്. കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. കുടുംബം ഒരിക്കലും തകർന്നു പോകാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾ ഉയരണം. മനസ്സിനുള്ളിൽ കയ്പും കോപവും വിദ്വേഷവും ഒരിക്കലും കാണപ്പെടരുത്. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എഫേസ്യർ 4:32 നോക്കുകയാണെങ്കിൽ, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ എന്നു പറയുന്നു. ക്ഷമിക്കുന്ന സ്വഭാവം നമ്മുടെ ഉള്ളിൽ കാണപ്പെടേണ്ടതാണ്. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയുണ്ടായി. നമ്മുടെ കുറ്റങ്ങളെ അവൻ ക്ഷമിച്ചു. നമ്മുടെ കുറവുകളെ അവൻ ക്ഷമിച്ച് അവന്റെ മക്കളായി നമ്മെ ചേർത്തുപിടിച്ചു. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട ഒരു ചുറ്റുപാടിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ പാപങ്ങളെ യേശു ക്ഷമിച്ചില്ലേ?
നമ്മെ അവന്റെ മക്കളായി സ്വീകരിച്ചില്ലേ? കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര ദൂരമുണ്ടോ അത്രത്തോളം നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ച് നമ്മെ അവന്റെ മക്കളായി ചേർത്തു പിടിച്ചിട്ടില്ലേ? കടലിന്റെ ആഴം എത്രയാണെന്നറിയില്ല, എന്നാൽ അത്രത്തോളം തന്നെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. നാം ക്ഷമിക്കപ്പെടണം, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. ക്ഷമിക്കുന്ന സ്വഭാവം നമ്മുടെ ഉള്ളിൽ കാണപ്പെടണം. നാം യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, അവന്റെ മക്കളായി ജീവിക്കുമ്പോൾ ദൈവം ആ ക്ഷമിക്കുന്ന സ്വഭാവം നമുക്ക് നൽകും. ക്ഷമിക്കുന്ന ആ സ്വഭാവത്തിലൂടെ ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബം വളരെ പ്രധാനമായതാണ്. കുടുംബം തകർന്നു പോകാൻ സ്ത്രീകളായ നമ്മൾ, സഹോദരിമാരായ നമ്മൾ ഒരിക്കലും കാരണമാകരുത്. കുടുംബം സന്തോഷകരമായി ഇരിക്കണമെങ്കിൽ സ്ത്രീകളായ നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കുന്ന സ്വഭാവം കാണപ്പെടണം. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. അവന്റെ മക്കളായി നമ്മെ സ്വീകരിച്ചു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ സ്വയം ജീവത്യാഗം ചെയ്തു, മരിച്ചു. നമുക്ക് വേണ്ടിയാണ് അവൻ ഉയിർത്തെഴുന്നേറ്റത്. ആ യേശുവിനെ നാം എല്ലാവരും പിന്തുടരുമ്പോൾ, ആ യേശുവിനെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം ലജ്ജിച്ചു പോകയില്ല. ദൈവം നമ്മെ വഴി നയിക്കും. ദൈവം നമുക്ക് അഭിവൃദ്ധി നൽകും. നമ്മുടെ കുടുംബങ്ങളെ യേശു അനുഗ്രഹിക്കും. നമ്മുടെ മക്കളെ യേശു അനുഗ്രഹിക്കും. നമ്മുടെ ഭർത്താവിനെ കർത്താവ് അനുഗ്രഹിക്കും. ദൈവം ഇന്ന് ഈ പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കണം. എന്റെ ഉള്ളിൽ വെറുപ്പ് കാണപ്പെടരുത്. ഒരു വീട്ടമ്മയായ എന്റെ ഉള്ളിൽ വെറുപ്പ് കാണപ്പെടരുത്. കയ്പ് മനോഭാവം ഉണ്ടാകരുത്. ക്ഷമിക്കുന്ന സ്വഭാവം കാണപ്പെടണം. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നാം ക്ഷമിക്കണം, വിട്ടുകൊടുക്കണം. കുടുംബത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം. ഒരുപക്ഷെ കുടുംബത്തിൽ നാത്തൂൻ ഉണ്ടായിരിക്കാം. നാത്തൂൻ ചീത്ത പറയുന്നുണ്ടായിരിക്കാം, നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ടായിരിക്കാം. ക്ഷമയോടെ ഇരിക്കുക, അവരോട് ക്ഷമിക്കുക. നാത്തൂനല്ലേ സംസാരിക്കുന്നത്, മറ്റാരുമല്ലല്ലോ. അങ്ങനെ അത് നിസ്സാരമായിട്ടെടുക്കുക. അത് നിസ്സാരമായിട്ടെടുത്ത് സമാധാനം സ്വന്തമാക്കുക. ക്ഷമിക്കുന്ന സ്വഭാവം ഉള്ളിലുണ്ടാകട്ടെ. ക്ഷമിക്കുന്ന സ്വഭാവം ഉള്ളിലുണ്ടാകുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. നിങ്ങളുടെ മക്കളെയും അവൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ ഭർത്താവിന്റെ ജോലിയെയും അനുഗ്രഹിക്കും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു യേശുവേ. കർത്താവേ, അങ്ങയുടെ മക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് യേശുവേ. ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുകയാണ് കർത്താവേ. ഹൃദയത്തിന്റെ ആഴത്തിൽ അങ്ങ് സംസാരിക്കുകയാണ് യേശുവേ. യേശുവേ, ക്ഷമിക്കുന്ന സ്വഭാവം അങ്ങയുടെ മക്കൾക്ക് നൽകണേ യേശുവേ. അസൂയയും ഹൃദയത്തിലുള്ള കയ്പും ഹൃദയത്തിലുള്ള വിദ്വേഷങ്ങളും മാറട്ടെ. ഹൃദയത്തിലുള്ള വൈരാഗ്യവും ഹൃദയത്തിലുള്ള അസൂയയും കുശുമ്പും നീരസവും ഈർഷ്യയുമെല്ലാം കർത്താവേ, പിറുപിറുക്കലും കർത്താവേ, മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്ന സ്വഭാവവും എല്ലാം മാറട്ടെ. പാപചിന്തകൾ ഇവരോരോരുത്തരുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റണമേ കർത്താവേ. അങ്ങയുടെ സമാധാനം കൊണ്ടും അങ്ങയുടെ സന്തോഷം കൊണ്ടും അങ്ങയുടെ ഈ മക്കളെ നിറയ്ക്കണമേ യേശുവേ. യേശുവേ, ക്ഷമിക്കുന്ന സ്വഭാവം എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്ന മക്കൾക്ക് അങ്ങയുടെ ക്ഷമിക്കുന്ന സ്വഭാവം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവെ, അങ്ങയുടെ മനസമാധാനം ഇവർക്ക് നൽകണമേ. പകയോ വിദ്വേഷമോ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള വെറുപ്പോ ഒന്നും വേണ്ട കർത്താവേ. ഹൃദയത്തിന്റെ ആഴത്തിലുള്ള കയ്പ് മനോഭാവം എടുത്തു മാറ്റണമേ. കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുമാറാകട്ടെ കർത്താവേ. യേശുവേ, ഈ പരിപാടി കാണുന്ന ആര് തന്നെ ആയാലും കർത്താവേ, അവരുടെ കുടുംബങ്ങളിൽ ക്ഷമിക്കുന്ന സ്വഭാവം ഉണ്ടാകട്ടെ. വേർപിരിഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾ ഒന്നിക്കുമാറാകട്ടെ കർത്താവേ. കുടുംബങ്ങളിൽ വേർപിരിവുണ്ടാക്കുന്ന ആത്മാവുകൾ, മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാവുകൾ, കയ്പ് കൊണ്ടുവരുന്ന ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ കർത്താവേ. കുടുംബങ്ങൾ ഒന്നിക്കുമാറാകട്ടെ കർത്താവേ. വേർപിരിഞ്ഞ കുടുംബങ്ങൾ ഒന്നിക്കട്ടെ കർത്താവേ. കർത്താവേ, ഈ സഹോദരിമാർ ഓരോരുത്തർക്കും കർത്താവേ, അങ്ങയുടെ ക്ഷമിക്കുന്ന സ്വഭാവം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. താഴ്മയുള്ള സ്വഭാവം ഇവർക്കുണ്ടാകട്ടെ. സമാധാനമുള്ളവരായിരിക്കട്ടെ. അങ്ങേക്ക് ഇവർ സാക്ഷിയായി നിൽക്കാൻ സഹായിക്കണേ. അങ്ങങ്ങനെ ചെയ്തതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിപാടിയിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ സഹോദരിമാരുടെ പങ്ക് വളരെ പ്രധാനമാണ്. ക്ഷമിക്കുക എന്ന സ്വഭാവം കുടുംബങ്ങളിൽ കാണപ്പെടേണ്ടതാണ്.
ക്ഷമിക്കുന്ന സ്വഭാവം നാം കർത്താവിനോട് അപേക്ഷിച്ച് സ്വീകരിക്കണം. ഒരിക്കലും മറ്റുള്ളവരോടുള്ള പക കൊണ്ടു നടക്കരുത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം കൊണ്ടുവരുന്നവരായി തീരണം. നമുക്കും അതാണ് അനുഗ്രഹം. അങ്ങനെ നിങ്ങൾ മാറുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്, മക്കളെയും അനുഗ്രഹിക്കുന്നതാണ്, അഭിവൃദ്ധിപ്പെടുത്തുന്നതാണ്. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് പ്രയോജനമുള്ളതായിരുന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ ഇമെയിലിലൂടെയോ കത്തുകളിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. നാളെ വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോടെ കാണാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.